ഹായ്, ഗുഡ് മോർണിംഗ്. റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. പിന്നെന്താ, ഇന്നത്തെ ഒരു സുന്ദരിയെ കണ്ടോ? ഇതൊരു ക്ലൈംബിംഗ് റോസാണ്, ബട്ടർഫ്ലൈ ക്ലൈംബിംഗ് റോസ്. ഇത് കണ്ടോ, ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ സുന്ദരിയല്ലേ ഇവള്? കണ്ടോ, ഇവൾക്ക് ത്രിബിൾ കളറുണ്ട്, പിങ്കുണ്ട്, വൈറ്റുണ്ട്, യെല്ലോയുണ്ട്. കണ്ടവള് ഇവളെ ഒത്തിരി ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ലാസ്റ്റ് എൻഡിലും കാണുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ മുന്നേ ഞാൻ അങ്ങോട്ട് പോകട്ടെ, കാണുന്നുണ്ടോ? അപ്പോൾ മഴ വരുന്നില്ല എന്നും പറഞ്ഞ് എല്ലാവർക്കും പരാതിയായിരുന്നു, എനിക്കും പരാതിയായിരുന്നു. എൻ്റെ പൊന്നെ, മഴ വന്നപ്പോൾ മടുത്തു. എന്താണാവോ അല്ലേ, മഴയും ഇങ്ങനെ നമ്മ കാത്തിരിക്കും, പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു ഇറിറ്റേഷൻ. അങ്ങനെ എനിക്കും ഇറിറ്റേഷൻ. മഴ വേണം, വെള്ളമൊക്കെ വേണ്ടേ? ചെടി നല്ല സൂപ്പറായിട്ടുണ്ട്, ചൂടിനൊരു കുറച്ച് കുറവുണ്ട്, ഇതെല്ലാം കൊള്ളാം. പക്ഷെ എന്നാലും എന്തോ ഒരു പരിസരമൊക്കെ എന്തോ ഭയങ്കര ഒരു വൃത്തികേട്. ചെടികളൊക്കെ ഒരു നന്നായിട്ടുണ്ട്, പിന്നെ ചെടികൾക്കൊക്കെ നല്ല തളിർപ്പൊക്കെ വരുന്ന ടൈമാണ് കേട്ടോ. പക്ഷെ കീടങ്ങളും ഈ ടൈമിലാണ് വരുന്നത്. കാരണം നല്ല കിളിന്ത് തളിർപ്പ് വന്നിട്ട് അതിൽ ഈർപ്പമുണ്ടാവുമല്ലോ, വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ഈ വണ്ടച്ചന്മാരും കുറേ കീടങ്ങൾ എല്ലാം വന്നിരുന്ന് ഒരു സൈസ് പുൽച്ചാടി പോലത്തെ ഒരു കീടമുണ്ട്. അതൊക്കെ വന്നിരുന്ന് നന്നായിട്ട് തിന്നാലോ, അധികം ബുദ്ധിമുട്ടില്ലല്ലോ. വെറുതെ അങ്ങോട്ടൊന്ന് ഒതുക്കി വിട്ടാൽ മതിയല്ലോ, വയറ് ഫുള്ളായിട്ട് നിറയും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും ചെയ്യേണ്ടത് സാഫ് ഒന്ന് വാങ്ങിച്ചു വെക്കുക. സാഫ് ഒരു ഫംഗിസൈഡാണ്, അത് വാങ്ങിച്ചിട്ട് ആഴ്ചയിൽ 2 വട്ടം വീതം മഴയില്ലാത്ത ടൈമിൽ, എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം സാഫ് ഈ മഴ സമയത്ത്. എന്നിട്ട് ആഴ്ചയിൽ 2 വട്ടം വീതം മഴ എപ്പോഴാണോ തോർന്നിരിക്കുന്നത് ആ ടൈമിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതടിച്ചിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും നനയാതിരിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിലൊലിച്ച് പോകും. 3 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഇതിൽ പറ്റി പിടിച്ചോളും. അങ്ങനെയൊക്കെ നമുക്ക് ചെടികളെയൊക്കെ ഫംഗസിൽ നിന്നൊക്കെ രക്ഷിക്കാം. പിന്നെ നീം ഓയിലുള്ളവർ സോപ്പ് മിശ്രിതം, നീം ഓയിൽ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് മഴ മാറിക്കുന്ന ടൈമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത്രയൊക്കെ മാത്രം ചെയ്താൽ മതി. മഴ ടൈമിൽ നമ്മൾ വലിയതായിട്ട് കൊഞ്ചിക്കാനൊന്നും പോവണ്ട. ഒത്തിരി നമ്മുടെ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും ഇപ്പം ചെയ്യണ്ട. മഴയത്തൊന്നും ഏക്കത്തില്ല അത്. അവരെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി കീടങ്ങൾ നല്ല ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുക കൂട്ടുകാരെ. നിങ്ങൾക്ക് എല്ലാവർക്കും മഴ കിട്ടിയോ? എല്ലായിടത്തും ഒത്തിരി സ്ഥലത്തൊക്കെ കിട്ടി, ഞാൻ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ചെടികളെയൊക്കെ ഇങ്ങനെ സംരക്ഷിക്കാം, മഴയത്തൊന്നും മാറ്റി വെക്കണ്ട. പിന്നെ അഡീനിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമ്മുടെ അഡീനിയം പ്ലാന്റ്, അതിനെല്ലാം മഴയത്തൊന്നും മാറ്റണം കേട്ടോ. ഞാൻ എല്ലാത്തിനെയും മാറ്റി വെച്ച് എനിക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ല കൂട്ടുകാരെ. ഞാനേ മെഷീൻ പെരക്കാത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ ചെയ്യാനാ, അവന്മാരൊക്കെ നമ്മുടെ കൂടെ വേണമെന്നല്ലോ. അപ്പം നമ്മൾ മഴയത്തുനിന്ന് സംരക്ഷിക്കണം. റോസ് പ്ലാന്റ് മഴയും വെയിലൊക്കെ കൊണ്ട് ഇവിടെയൊക്കെ തന്നെ. അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ. ആരും ലൈക്ക് അടിക്കാനൊന്നും മടി കാണിക്കരുതേ, മഴയത്ത് മടി പിടിച്ചിരിക്കരുതേ. ലൈക്കൊക്കെ അങ്ങനെ അടിച്ചോട്ടോ. നിങ്ങളാണ് എൻ്റെ ബലം, നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സന്തോഷം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ. ഓക്കെ, ടാറ്റാ, ബൈ.